ദൈവത്തിന്റെ പ്രതിരൂപമല്ലേ. നേരിൽ കണ്ടാൽ വെറുമായിരിക്കട്ടെ. പുരോഹിതന്റെ വേഷത്തിലായാലും ഞാനും ഒരു മനുഷ്യനെ. എന്റെ പെട്ടെന്ന് ചേച്ചി വന്നതായിരുന്നു. ഇത്രയും പ്രായം ഇനി ഒരു പുരോഹിതനായിട്ടുണ്ട്. സ്നേഹത്തോടെ അടുത്ത് നിന്നാൽ എല്ലാം കേൾക്കുമ്പോ എനിക്ക് അത്ഭുതമായ കുഞ്ഞ്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാതെ പോയ സൗഭാഗ്യം കിട്ടും. അമ്മച്ചിക്ക് ഇല്ല. ഇനി എപ്പോ കിട്ടും? വയസ്സ് എത്രയായില്ലേ? തൊലിയും മാംസമൊക്കെ ചുരുങ്ങി തുടങ്ങി. കയ്യും കാലം വിറയ്ക്കാൻ തുടങ്ങി. കാഴ്ചയും വാങ്ങിയാൻ തുടങ്ങി. ഈയുള്ള കാലം അതെ ഇത്രയായാലും ശരി, ഇതെല്ലാം അമ്മച്ചി. അതെ, അമ്മച്ചി ഏതാ? അമ്മച്ചി എവിടെ നിന്ന് വരുന്നു? ഞാനൊക്കെ കുറേ ദൂരത്തു നിന്നവല്ല. 2 ദിവസമായി ഈ നടത്തം. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇരുട്ടാകുമ്പോൾ നടക്കാൻ പറ്റാതെ വരും. കണ്ണ് തീരെയൊന്നും പിണങ്ങും. പിന്നെ ഒന്നും കാണില്ല. റോഡരികിലോ മരത്തണലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ കിടക്കും. പിന്നെ പെൺകുട്ടികൾ കടിച്ചു മുറിക്കുമോ? ഉടകൊണ്ടടിച്ചു കുതയ്ക്കും. എന്ത് ചെയ്യാനാ മക്കളെ? എന്ത് ചെയ്യാനാ? എല്ലാം എന്റെ തലവിധി. അമ്മച്ചി ഇത് കഴിക്കും. അമ്മച്ചി അങ്ങോട്ട് ഇരിക്കും. ആ പടിയിരിക്കുന്നു. അതിരിക്കട്ടെ, അമ്മച്ചി എങ്ങോട്ട് പോവുകയായിരുന്നു? സഹിക്കാൻ വയ്യ. ഇതൊന്ന് കഴിച്ചോട്ടെ. അമ്മച്ചിയുടെ ക്ഷീണമൊക്കെ മാറി. അതെ, അമ്മച്ചി എവിടെ പോവുകയാണ്? എന്റെ മകൻ, ഒരേ ഒരു മകൻ എന്നെ നടു റോട്ടിലേക്ക് പോയി കളഞ്ഞു. മക്കളെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോന്നതാ. ദൂരെ ദൂരെ എവിടെയോ ഇറക്കി വിട്ടു. ഇപ്പം വരാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. കാത്തിരുന്ന് ഞാൻ തുടർന്നു. അവൻ വന്നില്ല മക്കളെ, വന്നില്ല. അപ്പോൾ ഇത്രയും ദിവസം അമ്മച്ചി ഒന്നും കഴിച്ചിട്ടില്ലേ? ഇല്ല മക്കൾ, ഒന്നും കഴിച്ചില്ല. വിശപ്പ് നിന്നു കണ്ണീര് കുടിച്ചു 2 രാത്രിയും പകലും ഈ അമ്മച്ചി കഴിച്ചു നോക്കി. എനിക്കില്ല ഇവിടെ കിടക്കാമോ മക്കളെ? എനിക്ക് തീരെ വയ്യ. അടച്ചിടക്കി വീടല്ലേ. ഞാനും ഒരമ്മയല്ലേ. അമ്മച്ചി ആരും വിടുക. ഇത് ഇന്നത്തെ മാതൃത്വം. മക്കളാൽ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരുടെ അമ്മച്ചിക്ക് എന്റെ മുറിയിൽ അമ്മയില്ലാത്ത ഒരമ്മയെ എന്റെ മുറിയിൽ സുഖമായി അമ്മച്ചി അമ്മച്ചി
സഹിക്കരുത്. കള്ളം പറഞ്ഞ് ഞാൻ അന്നും തേടിയിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. ഞാൻ പോയിക്കൂടാ. പള്ളിമേലെ ചൂടൊന്നും എനിക്ക് വേണ്ട. തെരുവോരത്തെ നടത്തണം ആരും നിഷേധിക്കുന്നത്. പോയിട്ട് വരാം മക്കൾ, പോയിട്ട് വരാം. അമ്മച്ചി അമ്മച്ചി എവിടെയും പോകുന്നില്ല. ചാക്കോ, നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടു. എപ്പോഴാണ് ചാക്കോ നിന്റെ മനസ്സിലെ സ്നേഹം പോയത്? അച്ഛനെ ഓർത്ത് പറഞ്ഞതാണ്. എന്നെ ഓർത്ത് പോയാൽ നീ ആരാ? പള്ളിക്ക് വേണമായിരിക്കും നിന്റെ സേവനം, പക്ഷെ എനിക്കത് വേണമെന്നില്ല. എന്റെ സേവനം വേണം പാവങ്ങൾക്കാ, അഗതികൾക്കാ. വേണ്ട മക്കളെ, വേണ്ട. ഞാൻ നിന്റെ കാര്യമല്ല. എനിക്ക് വേണ്ടി നിങ്ങൾ വഴക്കിടണ്ട. മുമ്പ് പെറ്റ മകൻ പോലും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരകലയാണ് ഞാൻ. ഞാൻ പോയിക്കോളാം മക്കളെ, പോയിക്കോളാം. അമ്മച്ചി ക്ഷമിക്കും. ഞാൻ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മാപ്പ് ചോദിക്കുന്നുണ്ട്. നീ കുത്തുവാക്കുമായി വേദനിപ്പിച്ച ഈ അമ്മച്ചിയോട്, അമ്മച്ചി എനിക്ക് മാപ്പ്